എന്താണ് ധ്യാൻ ശ്രീനിവാസൻ 2.0? 2.0 ആണ്. യന്ത്രന്റെ സാധനം ഞങ്ങളുടെ പ്രത്യേക എടുത്താണ്. ചിട്ടി 2.0 വേറെ സെക്കൻഡ് വെർഷൻ. ധ്യാൻ ചേട്ടന്റെ സെക്കൻഡ് വെർഷൻ എന്ന് പറയുന്നതാണോ? നമ്മൾ ഒറ്റ വെർഷനേ ഉള്ളൂ. ആ വെർഷൻ പാളി ഫസ്റ്റ് പടമാണ്. പടം ആരും അറിയാതെ പോയത്. അല്ല, ഇതിന്റെ ആദ്യത്തെ പടം ഇതിലല്ല, അതിന് മുമ്പൊരു പടം പറയാൻ പറ്റത്തില്ല. ബേസിൽ രൺബീറിനെ വെച്ച് ചെയ്യുന്നോണ്ടാണോ ചേട്ടൻ ഇങ്ങനെ സൂപ്പർ താരത്തെ വെച്ച് ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നത്? ഷാറുഖാനാണ് ഈ നയൻതാരയെ കൊണ്ടുവന്ന് ഞെട്ടിച്ചതുപോലെ ഷാറുഖ് ഖാനെ കൊണ്ടുവന്ന് ഞെട്ടിക്കാൻ ഷാറുഖ് ഖാന് പാച്ചിക്കാവില് പാലക്കാട് കള്ളന്റെ വേഷത്തിലോ? ഷാറുഖ് ഖാന് കള്ളൻ. ധ്യാൻ ചേട്ടന്റെ മുന്നിൽ എന്തെങ്കിലും ഡിമാൻഡ്സ് നയൻതാര വെച്ചിട്ടുണ്ടായിരുന്നു? അങ്ങനെയാണല്ലോ അഭിനയത്തിലോട്ട് തിരിഞ്ഞത്. അപ്പൊ ഈ വരുന്ന ഗോസിപ്പുകളൊക്കെ വെറുതെ ആയിരിക്കും അല്ലേ? അല്ല, ധ്യാൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? മനസ്സിലാക്കിട്ട് അവൻ വന്നു ലേറ്റ് ആയിട്ടേ വരുള്ളൂ. കൂളായി നടക്കും. ധ്യാൻ ചേട്ടൻ പിള്ളേരുടെ കാലല്ലേ? അതിന് എപ്പോഴായിരുന്നു എന്റെ കാലത്ത് ഇവിടെ പറയണം. സമയം ഉണ്ടായിരുന്നു. അടിയപ്പേര് കൂട്ടണി. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ ടീം നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് സമയം കളയണ്ട എന്നുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ടീം എന്നങ്ങ് പറഞ്ഞത്. ധ്യാൻ ചേട്ടൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും പേടിയാണ്. കാരണം എന്ന് ധ്യാൻ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടോ അന്നൊക്കെ ഞാൻ എയറിലാണ്. അവസാനമായി ചെയ്തപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പറഞ്ഞത് ഞാൻ സീരിയസ് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സീരിയസ് ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓക്കെ ധ്യാൻ ചേട്ടൻ, എന്താണ് ഇപ്പോ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കിട്ടുന്നത് ധ്യാൻ 2.0 എന്നാണ്. എന്താണ് ധ്യാൻ ശ്രീനിവാസൻ 2.0? ചെറിയ ചേഞ്ച് ഉണ്ട് ഈ സിനിമയിൽ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു കുറി ഇവിടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണോ? ഞാൻ നോക്കിട്ട് പറഞ്ഞു ചെറിയൊരു ചേഞ്ച് ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ ആ 2.0 എന്ന് വന്നതിന് ശേഷം ധ്യാൻ ചേട്ടൻ പൊതുവെ വരുന്ന സിനിമകളിലൊക്കെ 2.0 ആണ്. യന്ത്രന്റെ സാധനം ഞങ്ങളുടെ പ്രത്യേക എടുത്താണ്. 2.0 ആണ്. ചിട്ടി 2.0 അല്ല, ഞാനല്ല, നമ്മൾ ഉദ്ദേശിച്ച സാധനം അതാണ്. വേറെ സെക്കൻഡ് വെർഷൻ. ധ്യാൻ ചേട്ടന്റെ സെക്കൻഡ് വെർഷൻ എന്ന് പറയുന്നതാണോ? നമ്മൾ ഒറ്റ വെർഷനേ ഉള്ളൂ. ആ വെർഷൻ പാളി. പൊതുവിൽ ഈ കമന്റ്സ് ഒക്കെ നോക്കാറുണ്ടോ? മീൻസ് എന്തെങ്കിലും ട്രെയിലറും ഒക്കെ വരുമ്പോ യൂട്യൂബിന് വരുന്ന കമന്റ്സുകൾ നോക്കാറുണ്ടോ? തകർന്നു പോകുന്നു ഇവനൊക്കെ പറഞ്ഞറിയാറുണ്ട്. ഇതിന്റെ അടിയിൽ വരുന്നത് ഭയങ്കര പ്രതീക്ഷയോടെയുള്ള കമന്റുകളാണ്. ധ്യാൻ ചേട്ടൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? പ്രതീക്ഷ ചില പടങ്ങളൊക്കെ പ്രതീക്ഷ ഉണ്ടാവും, ചില പടങ്ങൾ പ്രതീക്ഷ ഉണ്ടാവില്ല. പ്രതീക്ഷിക്കുമ്പോ പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇതിന് ഭയങ്കരമായ ഒരു പ്രതീക്ഷയുണ്ട്. അത് ധ്യാൻ ചേട്ടന്റെ ഭാരം കൂട്ടുന്നുണ്ട്. എനിക്കൊരു ഭാരം കൂടുന്നുണ്ട് തലയില്. ആരും അറിയാതെ പോയാലേ അല്ലെങ്കിൽ സത്യം ഫസ്റ്റ് പടമാണ്. ഫസ്റ്റ് പടം ആരും അറിയാതെ പോയത്. ഇവനിപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ പടമായി. അല്ലാതെ ആദ്യത്തെ പടം ഉജ്ജ്വലല്ല, റിലീസ് ആവുന്ന അഭിനയിച്ച പടം ഉജ്ജ്വലല്ലേ? അതിന് മുമ്പൊരു പടം പറയാൻ പറ്റത്തില്ല. അതെന്താ പറയാൻ പറ്റാത്ത പടമാണോ? മസാല പടം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞോ? അല്ല, സ്റ്റെലോണിന് റോക്കിക്ക് മുമ്പ് ഒരു അഭിനയിക്കേണ്ട അവസ്ഥ ഒന്നുണ്ടേ? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല, സ്റ്റെലോൺ നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു തരാം. ഈ സിനിമയില് ഒരു കഥാപാത്രത്തിന്റെ പേര് കോക്കാച്ചി എന്നാണ്. നമ്മളിങ്ങനെ കോക്കാച്ചി കോക്കാച്ചി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. പറയില്ലേ ചെറുപ്പത്തില്, മോനെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉമ്മാക്ക് വിളിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തന്നെ കോക്കാച്ചി എന്നുള്ളത്. ധ്യാൻ ചേട്ടന്റെ ഓർമ്മകളിലെ കോക്കാച്ചി എന്താണ്? അച്ഛനൊക്കെ കോക്കാച്ചി. അച്ഛനെ പ്രതീക്ഷിക്കുന്നത് അല്ല, അത് പറയുന്നത്
അല്ല വല്ലപ്പോഴും അച്ഛൻ വരുള്ളൂ വീട്ടിലേക്ക് ആ സമയത്ത്. അപ്പൊ അമ്മ പറയും, അച്ഛൻ വരുമ്പോ പറഞ്ഞു കൊടുക്കും, അച്ഛൻ വരുമ്പോ ഇത് ചെയ്യും എന്നൊക്കെ പറയും. അച്ഛൻ തന്നെ കോക്കാച്ചി. പാവം. നിങ്ങളിപ്പോ ആദ്യം ധ്യാൻ ചേട്ടന്റെ കൂടെയാണ് സിനിമ എത്തുന്നത്, വലിയ ബാനറിൽ എത്തുന്നു, നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഫസ്റ്റ് പറഞ്ഞതിനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ആലോചിക്കുമ്പോ തന്നെ പോവുകയാണ്. ഇവിടെ നമ്മളെ കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. സെറ്റിൽ നടന്നു സിനിമയിൽ അവര് പകർത്താൻ പറ്റിയിട്ടില്ല, പകർത്താൻ കൊള്ളില്ല. അപ്പൊ പൊതുവിൽ ഇങ്ങനെ വരുമ്പോ കേൾക്കുന്ന ക്ലിഷേ ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാണ് ധ്യാൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? ധ്യാൻ ചേട്ടനെ കണ്ട് പഠിച്ച അല്ല, ഞങ്ങൾ അവിടെ നിന്നാണ് പഠിച്ചത്. അവന്റെ ഒരു കൂൾനെസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു 15-ാം പടത്തിലാണ് മനസ്സിലായത്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ നേരത്തെ കൊണ്ടിരുത്തും, അവ നേരത്തെ കൊണ്ടിരുത്തും, ഇത് സിനിമയുടെ ഭാഗമാണ്, നമ്മൾക്ക് ഒരു മെല്ലെ അതിന്റെ ഒരു പൊസിഷൻ എത്തിക്കഴിയുമ്പോൾ അല്ലെ ടൈം എത്തിക്കഴിയുമ്പോൾ നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ വിളിക്കല്ലോ. അവൻ 2-ാം ദിവസം മനസ്സിലായി. മനസ്സിലാക്കിട്ട് അവൻ വന്നു ലേറ്റ് ആയിട്ടേ വരുള്ളൂ, കൂളായി നടക്കും, സീറ്റൊക്കെ വിളിച്ച് അവിടെ മാറി സ്വന്തം കേരവൻ അത് കാറല്ലേ പിന്നെ വേനായി മാറണത്. അപ്പൊ അവനെല്ലാം സ്വന്തമായിട്ട് ഫസ്റ്റ് ദിവസം കൊണ്ട് അവനെല്ലാം മനസ്സിലാക്കി എന്നുള്ളതാണ്. ധ്യാൻ ചേട്ടൻ പിള്ളേരുടെ കാലല്ലേ? അല്ല, അവരല്ലേ ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പോഴായിരുന്നു എന്റെ കാലം എന്ന് കൂടെ പറയണം. സമയം ഉണ്ടായിരുന്നു. അവൻ എന്തോ കഥ അറിയാം. പോയി കത്തി ഇതിന് കത്തും ഇതാ തിയേറ്റർ കത്തിക്കുന്നു. തിയേറ്റർ കത്തിക്കുന്നു. ശരിക്കും ഈ കോണ്ടന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ പൊതുവില് ആളുകൾ കേൾക്കുന്ന ഒന്നാണ് പൊളിറ്റിക്കൽ. എനിക്കറിയാ പറഞ്ഞത് ശരിയായില്ല. ആ നിയമം ശരിക്കും അങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കും നാട്ടിൽ നടക്കുന്നത്. നിങ്ങൾ ചെയ്ത് സിനിമയിൽ വരുമ്പോഴും ടെൻഷൻ ഇല്ല, കണ്ടന്റ് ചെയ്യുമ്പോഴും കൂളാണ് ആള്. നിങ്ങളോട് ചോദ്യം പറയാറില്ലേ ഈ കോണ്ടന്റ് ചെയ്തതിൽ ഇത് ശരിയായില്ല? നിങ്ങള് കൂടുതൽ ആൾക്കാർ ഞങ്ങളെ റീൽ കാണുന്നുണ്ട്. പടമായിട്ടല്ല നമ്മുടെ കമ്പാരിസൺ. ഡിജിറ്റല്, ഞാനും ഡിജിറ്റല്. ഇന്റർവ്യൂ ന്യൂസ് ചോദിക്കും ഞാൻ ചേട്ടാ. ഒരു സിനിമ സിനിമയിൽ തന്നെ ഇന്റർവ്യൂ നടത്താൻ വേണ്ടിട്ട് നമ്മള് കമ്പയർ ചെയ്യേണ്ടത് അവന്റെ റീലും എന്റെ ഇന്റർവ്യൂ വെച്ചിട്ട്. റോഡ് ചാനലിലേക്ക് വരുമ്പോ ഇതിലൊരു കഥാപാത്രത്തെ കുറിച്ച് എന്താണ് സിനിമയെ കുറിച്ച് പറയാം. കഥാപാത്രമായിട്ട് എടുക്കുന്നില്ല. സിനിമ നമ്മൾ കുറുക്കുമ്പല എന്ന് പറഞ്ഞാൽ തന്നെ പ്ലാച്ചിക്ക എന്നുള്ളൊരു ഗ്രാമം. ആ ഗ്രാമത്തിലെ കുറെ നിഷ്കളങ്കരായ ഗ്രാമീണര്, അവിടെ പുസ്തകശാല നടത്തുന്ന നമ്മുടെ നായകൻ ഉജ്ജ്വലൻ. ഞാൻ അവിടുത്തെ കഥ പറഞ്ഞോ? ഞാനവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു SI സച്ചിൻ. ഇവനവിടുത്തെ ഒരു വേറെ കഥാപാത്രം അന്തിക്കുരുട്. ഇവൻ കൊറിയൻ കള്ളൻ അന്തിക്കുരുട്. ഇവൻ കൊറിയയിൽ നിന്ന് കുര്യൻ എന്ന് പറഞ്ഞ വേറൊരാള്, അത് കുഞ്ചാക്കോ, മറ്റേത് ബോബൻ. ഇതാണ് അതിന്റെ മൊത്തം പരിപാടി. ഇത് പല പല സന്ദർഭങ്ങളായി ഈ കഥാപാത്രങ്ങൾ വരുന്നു. പിന്നെ അതിനോട് ബന്ധപ്പെട്ട് അവിടെ ചെറിയ ഒന്ന് ഈ പറഞ്ഞ തന്നെ ടീച്ചർ കാണുന്ന പോലെ തന്നെ ഒരു ഇൻസിഡന്റ് നടക്കുന്നു. അതോടൊപ്പം ബന്ധപ്പെട്ട് പുള്ളി വേറെ പോലീസ് സംഘത്തിലെ എന്താ പറയാ സിജുവും വരുന്നു. അങ്ങനെ ഇവര് തമ്മിൽ ഒരു സമയമാകുമ്പോൾ റിഫ്റ്റ് ഫോം ആവും. പിന്നെ അതുകൊണ്ട് അനുബന്ധപ്പെട്ട് പിന്നെ പടം അങ്ങ് അറ്റം വരെ പോകും. ശരിക്കും സിനിമയ്ക്കും മിന്നൽ മുരളി സിനിമയ്ക്കും തമ്മിൽ എന്താണ് ബന്ധം? കാരണം മിന്നൽ മുരളിയിലെ വില്ലന്റെ മാസ്ക് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. ഇനി മിന്നൽ അടിച്ച ആരെങ്കിലും ആണെങ്കിൽ മിന്നൽ മുരളിയിൽ ഇതുപോലെ ചാക്കില് ഇങ്ങനത്തെ ഇതിനെ ബേസ് ചെയ്ത് ഇനി പടങ്ങൾ വരുന്നുണ്ട്. അതേത് നീ എടുക്കുന്നതാണ്? ചുമ്മാ നമ്മളൊന്നും പറയുന്നത് അവൻ എടുക്കുന്നുണ്ട് ഒരു പടം. ഇതിനെ കണക്ട് ചെയ്ത് പടങ്ങൾ പടത്തിലെന്ന് പറഞ്ഞു. ഞാൻ നിന്റെ കൂടെ നിന്നിട്ടില്ലേ അവനെ തട്ടി നമ്മളെ ടീം കൂടെ നിക്കുന്നില്ല അല്ലേ? ടീം പക്ഷെ അതിനെ കണക്ട് ചെയ്ത് ഇവൻ പടം ഞാനും ഉണ്ട്, നമ്മളും ഉണ്ട്.
പക്ഷെ ധ്യാൻ ചേട്ടനെ കുറിച്ച് ഇപ്പൊ വാർത്തകൾ പറയുന്നത് ധ്യാൻ ചേട്ടൻ ഒരു സൂപ്പർ താരത്തെ വെച്ചൊരു സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ. പറഞ്ഞിട്ടില്ല. പക്ഷെ ബേസില് പറഞ്ഞു വേണം ആ സൂപ്പർ താരം അറിയാൻ. ബേസിൽ രൺബീറിനെ വെച്ച് ചെയ്യുന്നോണ്ടാണോ ചേട്ടൻ ഇങ്ങനെ സൂപ്പർ താരത്തെ വെച്ച് ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നത്? ഏത് ബേസിൽ രൺബീർ വെച്ചാൽ ചെയ്യുന്നുണ്ടോ ഇല്ല എനിക്കറിയില്ല. അവൻ പിന്നെ ഇപ്പൊ എന്താ രൺബീർ എന്തോ ഉടക്കിന്ന് തോന്നുന്നില്ല. അത് നമുക്കറിയില്ല. നമുക്കറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ പക്ഷെ ചേട്ടന് ഒരു സൂപ്പർ താരത്തെ വെച്ച് ചെയ്യുന്നു, അത് ഷാറൂഖ് ഖാൻ ആണ് എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ആണോ? അങ്ങനൊന്നുമില്ല. ഷാറൂഖ് ഖാനെ കൊണ്ടുവരുമോ? ഷാറുഖ് ഖാനാണ്. ഈ നയൻതാരയെ കൊണ്ടുവന്ന് ഞെട്ടിച്ചതുപോലെ ഷാറൂഖ് ഖാനെ കൊണ്ടുവന്ന് ഞെട്ടിക്കാൻ ഷാറുഖ് ഖാന് പ്ലാച്ചിക്കാവില് പാലക്കാട് കള്ളന്റെ വശത്തിലോ? ഡ്രൈവർ ലോറി. ശരിക്കും ഈ നയൻതാരയെ ആ സമയത്ത് കൊണ്ടുവന്ന സമയത്ത് അത് ഭയങ്കര ഞാനാണല്ലോ കൊണ്ടുവന്നത്. ശരിക്കും പൊതുവിൽ നയൻതാരയെ കുറിച്ച് പറയാറ് നയൻതാര കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉള്ള ആളാണ് എന്നിട്ട് ഗോസിപ്പ് ഇങ്ങനെ വരാറുണ്ട്. ധ്യാൻ ചേട്ടന്റെ മുന്നിൽ എന്തെങ്കിലും ഡിമാൻഡ്സ് നയൻതാര വെച്ചിട്ടുണ്ടായിരുന്നോ? അങ്ങനെയാണല്ലോ അഭിനയത്തിലോട്ട് തിരിഞ്ഞത്. ഹിറ്റ് മേക്കർ നിങ്ങളൊരു ഹിറ്റ് അടിച്ച് ഞങ്ങളും ഓടിയത് അത്യാവശ്യമാണ്. അനിതനാണല്ലോ ക്യാമറ ചെയ്തത്. റോബി വർഗീസ് ഡയറക്ടറെ കണ്ണു സ്കോഡ്. എന്തെങ്കിലും പറഞ്ഞിരുന്നോ അതിന്റെ ഡിമാൻഡ്സ് എന്തെങ്കിലും നയൻതാരയെ കൊണ്ടുവരുമ്പോൾ? വെളുത്ത് പോണ്ട, സൂക്ഷിക്കണം, ഭക്ഷണം കഴിക്കണം, വെള്ളം കുടി. അല്ല, ചേട്ടനോട് നയൻതാര എന്തെങ്കിലും അപ്പൊ ഈ വരുന്ന ഗോസിപ്പുകളൊക്കെ വെറുതെ ആയിരിക്കും അല്ലേ? അല്ല, അല്ല നയൻതാരയെ കുറിച്ച് വരുന്ന ഗോസിപ്പുകളുണ്ടല്ലോ, അപ്പൊ ഭയങ്കര ഡിമാൻഡഡ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഗോസിപ്പുകൾ, അതൊക്കെ വെറുതെ ആണല്ലേ? അപ്പൊ ആര് പറഞ്ഞത്? നീ പറഞ്ഞ? ഞാൻ പറഞ്ഞില്ല. അല്ല, എന്താ പറഞ്ഞേ? എങ്ങനെ അല്ല നയൻതാരയെ കുറിച്ച് പൊതുവിൽ പറയാറുണ്ടല്ലോ ഇങ്ങനെ ഡിമാൻഡഡ് ആണ്, അവരോരോ ഡിമാൻഡ് വെക്കും, നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി കഥ പറയാൻ ചെല്ലുമ്പോൾ കുറെ ഡിമാൻഡ്സുകൾ ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കിപ്പോ അടുത്ത് കിട്ടിയിരിക്കുന്നത് ധ്യാൻ ചേട്ടനെയാണ്. അല്ല അതാ ഉദ്ദേശിച്ചത്, പറഞ്ഞോട്ട് അല്ലേ? അതൊക്കെ ഉദ്ദേശിക്കല്ലോ. അല്ല, അങ്ങനെ എന്നോട് ഇതുവരെയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കഥ കേട്ടപാട് സംഭവിച്ചു. ചെയ്യുന്നതിന് മുന്നേടാ കഥ പറയുന്ന സമയത്ത് ഡിമാൻഡ് വെച്ചോന്നല്ലേ ഒരു സാധനം പറഞ്ഞോ വിട്ടോ മതി ഡേറ്റ് നിനക്ക് ഡേറ്റ് പോ. പക്ഷെ ഇവര് രണ്ടാളും എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടാത്തോണ്ടാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്. അവരടുത്ത് എന്തെങ്കിലും ചോദ്യം ചോദിക്കോ? ചോദിച്ചുള്ള മറുപടി ഉണ്ട്, നീ അത് പ്രതീക്ഷിക്കില്ല. ഇപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് മാത്രം പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ ആദ്യം നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കണ്ട് കളിയാക്കിയവരുണ്ടായിരിക്കും. അതൊക്കെ പറയില്ലേ ഇവർക്ക് വേറെ പണിയിൽ അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ടാവുമല്ലോ. അത് പണിയില്ലാത്തോണ്ടല്ലേ ഇത് അവരിൽ നിന്ന് ഇപ്പോ ഈ സിനിമയൊക്കെ ചെയ്ത് എത്തി നിൽക്കുമ്പോ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മറുപടി എന്തൊക്കെയാണ് അവരിൽ നിന്നൊക്കെ? ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ പറയുന്ന ഫേസ് ചെയ്യാറില്ല. അല്ല, വീഡിയോ ആദ്യം എടുത്തു വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് അഭിനയൊക്കെ കുറച്ച് ഇതായിരുന്നു. ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ആദ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പുറത്തെ വീഡിയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കരിക്കില് എന്നോടും പറയാറുണ്ട് ആൾക്കാർ ഇംപ്രൂവ് ഇന്റർവ്യൂ ഇംപ്രൂവ് ആവുന്നുണ്ട്, കുറെ കോമഡി ഉണ്ടെന്നാണോ? ഡിജിറ്റൽ, നമ്മൾ ഡിജിറ്റൽ അല്ലേ? ഇവിടേക്ക് ഒരു ഇങ്ങനെ കരിക്കിലെ ലോലന്റെ കട്ടുണ്ട്, കരിക്കിലെ ലോലനെ പോലെ ഉണ്ട് എന്നൊക്കെ ആളുകൾ പറഞ്ഞിട്ട്, അത് എപ്പോഴെങ്കിലും അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശരി, നിനക്കൊരു മണ്ടൻ ചായ ഉണ്ട് തോന്നുന്നു അങ്ങനെ. ശരിക്കും മണ്ടൻ ഇവനാ.
അല്ലല്ല ശരിക്കും ഇവൻ. എന്ത് മണ്ടേ. ചേട്ടോ അതുപോലെ ഇപ്പോ ധ്യാൻ ചേട്ടനെ കുറിച്ച് അജു വർഗീസ് ചേട്ടൻ പറഞ്ഞൊരു വീഡിയോ ഇപ്പൊ ഭയങ്കര വൈറലായി മാറുന്നുണ്ട്. അത് ധ്യാൻ ചേട്ടൻ മദ്യപാനം നിർത്തിയതുമായി ബന്ധപ്പെട്ടൊരു കാര്യമായിരുന്നു. അത് സ്വന്തം ചേട്ടനായിട്ട് കരുതിയ ഒരാളെ സ്വന്തം ചേട്ടനായിട്ട് കണ്ട ഒരാളെ പെട്ടെന്ന് മദ്യപിച്ചപ്പോ ചീത്ത പറഞ്ഞതിന് ശേഷമാണ് ധ്യാൻ ചേട്ടൻ മദ്യപാനം നിർത്തിയതെന്ന്. ശരിക്കും ജീവിതമാണ് ലഹരി എന്നും ഇതൊന്നും അല്ല കാര്യം ധ്യാൻ ചേട്ടൻ മനസ്സിലാക്കിയ ഒരു നിമിഷം ഏതായിരുന്നു? എന്താ ലഹരിയാണ് ഇവിടെ അങ്ങനെ ലഹരിയാണ് ജീവിതം. ഇങ്ങനെ പറഞ്ഞവരൊക്കെ ഇപ്പൊ ഒന്നെ ചോദ്യം ചോദിക്കാൻ സമ്മതിക്കും. അതായത് ധ്യാൻ ചേട്ടൻ അജു ചേട്ടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധ്യാൻ ചേട്ടൻ മദ്യപിക്കുന്നത് നിർത്തുന്നത് സ്വന്തം സഹോദരനെ പോലെ കണ്ട ഒരാള് പെട്ടെന്ന് ചീത്ത വിളിച്ചപ്പോ അതിന്റെ മനോവിഷമത്തിലാണ് ശരിക്കും ധ്യാൻ ചേട്ടൻ ധ്യാൻ ചേട്ടൻ ആരെയോ ചീത്ത വിളിച്ച സമയത്താണ് ധ്യാൻ ചേട്ടൻ അങ്ങനെ മദ്യപാനം നിർത്തുന്നതെന്നും പിന്നീടാണ് മദ്യപാനം നിർത്തിയെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു കഥയുണ്ടോ? ശരിക്കും മദ്യപാനം നിർത്തുന്നതും ലഹരിയല്ല. നമുക്ക് ഒരു ഇന്റർവ്യൂവിൽ ചേട്ടൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഇന്റർവ്യൂവിൽ ചേട്ടൻ പറയുകയും ചെയ്തിട്ടുണ്ട് ഈ ഡ്രഗ്സിന്റെ ഉപയോഗമൊക്കെ നിർത്തിയ ഒരു സമയം വന്നത് ഒക്കെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അതൊക്കെ നിർത്തേണ്ടതാണ്, ജീവിതമാണ് ലഹരി എന്ന് ധ്യാൻ ചേട്ടൻ തിരിച്ചറിഞ്ഞൊരു മൊമെന്റ് ഏതായിരുന്നു? അറിഞ്ഞിട്ടില്ല. അവിടെ ഒരു സൈലൻസ് വന്നപ്പോഴാണ് ഞാൻ അല്ല അതൊക്കെ മേളിൽ പറഞ്ഞു. ധ്യാൻ ചേട്ടൻ തിരിച്ചറിഞ്ഞ മൊമെന്റ് ഉണ്ടല്ലോ, അതായത് ഈ മദ്യപാനം നിർത്തുന്നതും അത് സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ സമയത്തും എനിക്ക് തിരിച്ചറിവുണ്ടായിരുന്നു എന്നിട്ടും അടിച്ചു. പിന്നെ ഇത് നിർത്താൻ ഇത് ഉപേക്ഷിക്കണം എന്ന് ഏത് പോയിന്റിലാണ് ധ്യാൻ ചേട്ടന് തോന്നിയത്? ഏത് മൊമെന്റിലായിരുന്നു അത് ചേട്ടന് തോന്നിയൊരു മൊമെന്റ് ഉണ്ടാവില്ല? ഇപ്പൊ അജു ചേട്ടൻ പറയുന്ന സ്വന്തം ചേട്ടനെ പോലെ കണ്ട ഒരാളെ അബദ്ധത്തില് ചീത്ത വിളിച്ചു. കൊറേ പേരെ വിളിച്ചിട്ടുണ്ട്. ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ വെള്ളം അടിച്ചിട്ടോ? അച്ഛൻ ചീത്ത വിളിച്ചിട്ടുണ്ടോ? ഞാനല്ല ഞാനേ ഇതൊക്കെ യൂസ് ചെയ്തിരുന്ന കാലം എന്ന് പറയുന്നത് വളരെ 10-18 വർഷം മുന്നേ. ദിവസമല്ല, വർഷങ്ങൾക്ക് മുന്നേ. അപ്പൊ അത് ഞാൻ കഴിഞ്ഞ വർഷം എനിക്കൊന്ന് മനോരമയില് ഇതിനെക്കുറിച്ച് ഒരു ചർച്ച വന്നപ്പോ അതിനെ കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ. പിന്നീട് ഞാൻ എറണാകുളത്തൊക്കെ വന്നതിന് ശേഷം നമ്മളൊക്കെ ഇതൊന്നും ആയിരുന്നില്ല അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അതൊക്കെ വേറെ തരം സിന്തറ്റിക് ഇതൊക്കെ ആയിരുന്നു. നമ്മൾ ഈ സാധനമൊക്കെ കേൾക്കുന്നത് ഈ സാധനമൊക്കെ നമ്മൾ കേൾക്കുന്നത് വളരെ വൈകിയാണ്. ഈ ഒരു 2000 എനിക്ക് തോന്നുന്നു 14-15 ഒക്കെ ശേഷമാണ് ഈ എമ്മും അല്ലെങ്കിൽ സ്റ്റാമ്പും LSD സ്റ്റാമ്പും ഇതൊക്കെ നമ്മൾ അതിനെ കുറിച്ചൊക്കെ ഇങ്ങനത്തെ അതൊക്കെ അന്നുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയണേ. ഞാൻ ഉപയോഗിച്ചിരുന്ന വേറൊരു സംഭവമായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഇൻഫ്ലുവൻസ് ഞാൻ പറഞ്ഞ ഇത് നമ്മളെ നിർത്തുന്നു എന്നുള്ളതിനപ്പുറം എന്താ പറയണ്ടേ, ഇത് പുതിയ അന്നൊക്കെ നമ്മളൊരു കോളേജ് സമയം തൊട്ടിട്ട് ഇതൊക്കെ ഒരു പീരീഡിൽ എല്ലാവരും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത് നമ്മള് ആ സമയത്ത് നമ്മൾ പോയി. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പഠനം മുടങ്ങി, വീട്ടിലെ പ്രശ്നങ്ങൾ, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുക, അതൊക്കെ ആ സമയത്ത് സംഭവിച്ചു. അപ്പൊ ഇത് ഇത്രയും വാസ്റ്റ് ആയിട്ട് ഇത് ഇപ്പൊ ഇതിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഈ കഞ്ചാവ് അടക്കം ഗേറ്റ് വേ ഡ്രഗ് ആയിട്ടൊക്കെ പറയാൻ കാരണം, അല്ലെങ്കിൽ അതൊരു നാർക്കോട്ടിക് ഡ്രഗ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ NDPS ഇത് പ്രകാരം 1986 85 രാജീവ് ഗാന്ധി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നാർക്കോട്ടിക് ഡ്രഗ് ആയിട്ട് പറയുന്നത്. സൈക്കോ ആക്റ്റീവ് ഡ്രഗ് ആയിട്ട് സൈക്കോട്രോപിക് സൈക്കോ ആക്റ്റീവ് ഡ്രഗ് NDPS ആക്ട് നാർക്കോട്ടിക് ഡ്രഗ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. അപ്പോ അതല്ല, അത് NDPS ആക്ട് പ്രകാരം അതൊരു നാർക്കോട്ടിക് ഡ്രഗ് ആയിട്ട് പറയാൻ പറ്റാത്തൊരു സാധനം. സിന്തറ്റിക്കിന് എതിരെയാണ് ഞാനന്ന് സംസാരിച്ചതൊക്കെ.
ബാക്കിയുള്ളത് സംഭവം ഇപ്പൊ തഞ്ചാവ് ഈ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിലും റിക്രിയേഷനും അല്ലെങ്കിൽ ആന്റി ഡിപ്രസന്റ് ആയിട്ടൊക്കെ മരുന്നായിട്ടൊക്കെ അവർ റെഫർ ചെയ്യുന്നുണ്ട്. 40ഓളം രാജ്യങ്ങൾ അതിനെ ലീഗലൈസ് ചെയ്യുന്നു. പക്ഷെ ഈ രാജ്യത്തെ നിയമം അത് അനുവദിക്കുന്നില്ലെങ്കിൽ അത് ആരാണെങ്കിലും നമ്മള് ഏത് രീതിയിലാണെങ്കിലും നമുക്കതൊരു മോശം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. നമ്മുടെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ ഈ സിനിമയെ കുറിച്ച് പറയണം. ഇതില് PhD. സിനിമയെ പറ്റി പറയാൻ പറഞ്ഞേ. ഇതൊക്കെ ഉപയോഗിക്കുന്നോണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ നിക്കണേ. വന്നടാ പരിശോധനയ്ക്ക്, വന്നടാ നാളെ വരുവാടാ പരിശോധനയ്ക്ക്. എന്താണ് ഇത് അടിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് എന്തൊക്കെയാണെങ്കിലും ഗ്രോയിങ് സ്റ്റേജിൽ അല്ലെങ്കിൽ പഠിച്ചു വരുന്ന ആ പ്രായമുള്ള ചെറുപ്പക്കാരുടെ റൂട്ട് ലെവലിൽ ഇറങ്ങിയിട്ട് ഇതിനെ എങ്ങനെ റാഡിക്കേറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ഗോയിങ് അല്ലെങ്കിൽ കോളേജ് ഗോയിങ് അതാണല്ലോ. പിന്നെ ക്രൈം റേറ്റ് കൂടുന്നു, സ്കൂളും പിള്ളേരും. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം 15 വയസ്സുള്ള പിള്ളേര് 10ാം ക്ലാസ്സിലെ കുട്ടി ഷബാസിന മറ്റേ നഞ്ചക്ക് വെച്ചിട്ട് അടിച്ചു കൊല്ലുന്നു. ഈ പിള്ളേരൊക്കെ എന്താണ് ഇവരുടെ ഇൻഫ്ലുവൻസ്? കാരണം ജനിച്ചെന്ന ഷൂട്ടിംഗ് ഗെയിമും കൊല്ലുന്നു, ഗെയിംസ് ചലഞ്ച് ചെയ്യുന്ന ഒരു പയ്യൻ. അപ്പൊ നമ്മള് ഭയങ്കരമായിട്ടുള്ള കുട്ടികളുടെ ഇൻടോളറൻസ് നമ്മൾ കാണുന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമുക്കൊക്കെ ഒരു പേടിയും ഇതൊക്കെ ഉണ്ട്. അപ്പൊ ആൾക്കാര് പിള്ളേരൊക്കെ ഇന്നത്തെ ഗ്രോയിങ് സ്റ്റേജില് അവര് രണ്ടും കൽപ്പിച്ചെന്നുള്ള രീതിയിലാണ് അവരുടെയൊക്കെ സ്വഭാവം തന്നെ. അപ്പൊ നമുക്കൊന്നും പിടിച്ചു നിൽക്കാൻ പോലും പറ്റില്ല, സംസാരിച്ചു പോലും. ആ രീതിയിൽ ഇൻടോളറന്റ് ആയി തുടങ്ങിയ ആൾക്കാർ പ്ലസ് ഇതിന്റെ ഇൻഫ്ലുവൻസും കൂടെ വരുമ്പോ ഇവര് എന്തും സംഭവിക്കും, അല്ലെങ്കിൽ ഇംപേഷ്യന്റ് ആവും ഇവരെ എല്ലാ രീതിയിലും. അപ്പൊ നെക്സ്റ്റ് ഫ്യൂച്ചർ അല്ലെങ്കിൽ സോ കോൾഡ് പുതിയ ജെൻസി അല്ലെങ്കിൽ പുതിയ ജനറേഷനിലെ പിള്ളേർ ഇതിന്റെ ഇൻഫ്ലുവൻസിൽ ഇതായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രോയിങ് ഫ്യൂച്ചർ എല്ലാം തന്നെ മുന്നോട്ടുള്ള ഫ്യൂച്ചർ ഇല്ലല്ലോ ഇങ്ങനെ. അപ്പൊ ഇതിന്റെ എന്തൊക്കെ പറഞ്ഞാൽ ഇതിനെ റാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് അതിനുവേണ്ടിയാണ് അവിടുത്തെ സർക്കാരും അല്ലെങ്കിൽ പോലീസും ട്രൈ ചെയ്യുന്നത്. ബാക്കി ഇതൊക്കെ എനിക്കൊന്ന് ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ സിനിമക്കകത്ത് അതൊരു ലൈം ലൈറ്റ് ന്യൂസിനപ്പുറം. കാരണം അവരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ സെക്യൂർഡ് ആയിട്ടും സേഫ് ആയിട്ട് അവരൊക്കെ ഒരു പ്രായം കഴിഞ്ഞിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അതിന്റെ ഗുണദോഷങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരാണ് ഇതൊക്കെ. ബാക്കിയുള്ള കുട്ടികൾ ടീനേജേഴ്സിന്റെ അവസ്ഥ അതല്ല. അവരൊരു സൗഹൃദ വലയങ്ങളിൽ പെട്ടിട്ട് ഇത് എന്താണ് ഏതാണ് ഇതിന് എന്നൊന്നും കുറിച്ചിട്ടൊന്നും ഒരു അറിവില്ലാണ്ട് ഇതിനകത്ത് ഉപയോഗിക്കുകയും അതൊക്കെ ചെയ്ത് അങ്ങനെ പ്രത്യേകിച്ച് ആ പ്രായത്തിലൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇവരെ പഠനം എനിക്ക് സംഭവിച്ചതാണ്. ഞാൻ എൻ്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് അത് മുടങ്ങിപ്പോയതും പരിപാടിയും വീട്ടിലുള്ള പ്രശ്നങ്ങളും എനിക്ക് അന്നുണ്ടായിട്ടുള്ള എൻ്റെ പേഷ്യൻസ് ഒക്കെ എല്ലാം കൊണ്ടും തകിടം മറിഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ ആ പ്രായത്തിലെ ആൾക്കാർക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല. പിന്നെ 4-5 ഫ്രണ്ട്സ് കൂടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 പേര് ചെയ്യുമ്പോൾ ബാക്കി 3 പേര് നോയെ പറയുകയും ചെയ്യില്ല. അവരും കൂടെ കൂടുന്ന അതിന്റെ കമ്പനിയും കടിച്ച് ആ മൊത്തം ഗ്യാങ് ഉണ്ട് സ്പോയിലോ. കാരണം അടുത്ത ഒരു ആരും അങ്ങനെ നമ്മളിപ്പോ നിനക്ക് നീ ഒരെണ്ണെടുത്തൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരെണ്ണെടുക്കും. അപ്പൊ ഞാനിപ്പോഴും സിന്തറ്റിക്കിലോട്ടുള്ള ഇതാണ് ഞാൻ അടുത്ത് പറയുന്നത്. കാരണം സിന്തറ്റിക് അത്രയും അൺഹെൽത്തി ആയിട്ടുള്ള, കാരണം ഇത് എല്ലാം കൊണ്ടും നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കും. 2 ദിവസം നിൽക്കും. എന്റെ ഒരു കിക്ക് ശരിക്കും പറഞ്ഞാൽ 2 ദിവസം എല്ലാം അറിയാമല്ലോ. അല്ല ഞാൻ ഇതുപോലെ ഇതിന്റെ ഒരു ഇതെല്ലാം ഉപയോഗിച്ച ആളാണ്. അപ്പൊ പിന്നെ എനിക്ക് അതിനെ കുറിച്ച് അത്യാവശ്യം അറിവുണ്ടെന്ന് തന്നെ കുട്ടിക്കോളും. കൗൺസിലിംഗ് ക്ലാസ്സിൽ സ്കൂളിൽ കിട്ടും. ഉപയോഗിച്ചില്ലേ കൗൺസിൽ തരും. അല്ല അതുകൊണ്ട് ഇതിനെ നമ്മള് ഒരു രീതിയിലും ആരും തന്നെ, കാരണം എന്തൊക്കെ പറഞ്ഞു സിന്തറ്റിക് ലോകത്ത് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഇല്ലീഗലാണ്, പണിഷബിൾ ആണ്, ബാൻഡ് ആണ്. ബാക്കിയുള്ള മറ്റേത് ഈ പറഞ്ഞ പോലെ ഇവിടെ തന്നെ അത് ബെയിലബിൾ ആണ്. ഇത്രയും ഗ്രാമിനകത്ത് ക്യാരി ചെയ്യണമെങ്കിൽ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്. പ്ലസ് പല രാജ്യങ്ങളിലും അതിന്റെ ഇതിനു വേണ്ടിയിട്ട് ഷോപ്പുകളും കടകളും 3 മണിക്കൂർ അപ്പുറം തായ്ലൻഡിൽ പോയി കഴിഞ്ഞാൽ ലീഗലൈസ് ചെയ്ത സാധനമാണ്. അപ്പൊ ഇത് സിനിമാ മേഖലയിൽ മാത്രമല്ലാതെ കൂടുതൽ മേഖലകൾക്ക് വ്യാപിച്ചുകൊണ്ട് ഇതിന്റെ ഉറവിടം കണ്ടെത്തണമെന്നാണ്. സിനിമാ മേഖലയ്ക്ക് അപ്പുറം ഞാൻ പറയണ സ്കൂൾ ചെറുപ്പക്കാരിൽ അല്ലെങ്കിൽ സ്കൂൾ കോളേജ് തലത്തിൽ ഇത് യങ്സ്റ്റേഴ്സിനിടയിൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സെക്യൂർഡും സേഫ് ഒരു പ്രായം കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ നമുക്ക് അവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു അവയർനെസ് കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് ബോധവും ബുദ്ധിയും വിവരമൊക്കെ ഉണ്ടായിട്ട് അവരിത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഈ പറയുന്ന കഞ്ചാവിന്റെ കേസിലാണ് ഞാൻ പറഞ്ഞത്, അവൈലബിൾ ആണ് ഇതാണ്. പക്ഷെ സിന്തറ്റിക് കൂടുതൽ ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ ജെൻസി അല്ലെങ്കിൽ പുതിയ പിള്ളേരാണ്. അവര് കഞ്ചാവിനപ്പുറം ഉപയോഗിക്കുന്നത് ഈ പറയുന്ന സിന്തറ്റിക്കിന്റെ കാലമാണിത്. കഞ്ചാവ് ഉപയോഗിക്കുന്ന എനിക്ക് തോന്നുന്നു കിട്ടും നമുക്ക് ശരിക്കും പറഞ്ഞാൽ. കേക്സിൽ വരെ നമുക്ക് മിക്സ് ചെയ്ത് കിട്ടും. അറിയുകയും ചെയ്യില്ല. നമ്മൾ കുറച്ചെല്ലാം എടുത്തതിനു ശേഷം മനസ്സിലാവുക നമ്മളത് കൺസ്യൂമേഷൻ മനസ്സിലാവുക. നമുക്കത് ഇല്ലാണ്ട് പറ്റില്ല, ഓർക്കുണ്ടാവില്ല, ഭയങ്കര ഹൈപ്പർ ആയിരിക്കും നമ്മൾ.
അപ്പൊ ഈ സിന്തറ്റിക് ആണ് ഇന്നത്തെ ജെൻസി അല്ലെങ്കിൽ ഇന്നത്തെ സോ കോൾ കോളേജ് ഗോയിങ് സ്കൂൾ ഗോയിങ് പിള്ളേർ പ്രിഫർ ചെയ്യുന്നത് സിന്തറ്റിക് ആയി. ആ പണ്ടത് 10 വർഷം മുന്നേ കഞ്ചാവായിരുന്ന സ്ഥലത്ത് നിന്ന് കഞ്ചാവ് മാറി കഴിഞ്ഞപ്പോഴേക്കും ഇത് ഗേറ്റ് വേ. അപ്പൊ കഞ്ചാവ് ഒരു ഗേറ്റ് വേ ഡ്രഗായി മാറുകയും കഞ്ചാവിൽ നിന്ന് അടുത്ത ഇതിലോട്ടേക്ക് പോകുമ്പോൾ സിന്തറ്റിക് ആവുകയും ചെയ്യും. ഇപ്പൊ സിന്തറ്റിക് യൂസ് ചെയ്യുന്ന ആൾക്കാരും കഞ്ചാവ് യൂസ് ചെയ്യണമെന്നില്ല. ഇത് കാരണം ഇത് ഭയങ്കര എനർജി ഫുൾ പവർ തരുന്ന സാധനമാണ്. കഞ്ചാവ് ഡൗണർ ആണ്, സ്വാഭാവികമായിട്ടും യൂസ് ചെയ്യും ചില ആൾക്കാർ. യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഓവർഡോസ് അല്ലെങ്കിൽ കുറച്ച് എനർജി പവർ കൂടുമ്പോൾ ഇതിനൊന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് കഞ്ചാവ് വലിച്ചിട്ട് ഇറക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പല രീതിയിൽ. അപ്പൊ ഇത് റൂട്ട് ലെവലിൽ സ്കൂൾ ഗോയിങ് കോളേജ് ഗോയിങ് അവരെ ആ ലെവലിൽ നിന്നിട്ട് ഇതിനെ റാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. സിനിമ മേഖല ഇതൊരു ന്യൂസിനപ്പുറം. സിനിമ രണ്ടും പിടിച്ചത് പറഞ്ഞ പോലെ രണ്ടും ഒറ്റപ്പെട്ട കഞ്ചാവ് കേസുകളാണ് പറഞ്ഞ പോലെ. അതിലിപ്പോ സിന്തറ്റിക്കിന്റെ സംഭവം ഷൈൻ്റെ മാത്രമേ മുന്നേ വന്നിട്ടുള്ളൂ. അതിൽ ഷൈൻ എനിക്ക് ഒന്ന് ക്ലീൻ ചിറ്റ് പോയി. മോഹൻചേട്ടൻ ഒരിക്കൽ അടി കിട്ടിയത് ഇതുപോലെ ലഹരി ഉപയോഗിച്ച ഒരാളുടെ കയ്യിൽ നിന്നായിരുന്നു, ആശുപത്രിയിൽ വെച്ചിട്ട്. പണ്ട് 2008 ലഹരി ഉപയോഗിച്ചാണല്ല, മറ്റേ പിള്ളേരുടെ അമ്മയെ കൊണ്ടുവന്നു. അപ്പോൾ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്റേ കൊണ്ടുവന്നപ്പോൾ ആ എക്സ്റേ നമ്മൾ ഫിലിമാണല്ലോ, ഫിലിമിനകത്ത് വെള്ളം ഉണ്ട്. അപ്പോൾ വെള്ളം ഡ്രൈ ചെയ്യാൻ വേണ്ടി താഴെ വെച്ചു. പുള്ളി വെച്ചാൽ നോക്കാതെ താഴെ വെച്ചെന്ന് പറഞ്ഞ് അത് പറഞ്ഞു. ഒന്ന് തർക്കമായി, അങ്ങനെ വഴക്കായി. ശരി അടി കിട്ടിയായിരുന്നു. ഡീപ്പ് 4-5 പേര് നമ്മൾ ഒറ്റയ്ക്ക് ആക്കിയപ്പോൾ നമ്മൾ ഭീമസേനൊന്നുമില്ലല്ലോ, കുറച്ച് വാങ്ങി കുറച്ച് കൊടുത്തു, അങ്ങനെ കിട്ടി. ശരിക്കും അടി കിട്ടിയ സമയത്ത് അതുപോലെ തന്നെ ഇപ്പം മോഹൻലാൽ സാറിന് അദ്ദേഹത്തെ പരിശോധിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന എക്സൈറ്റ്മെന്റിനെ ഇപ്പൊ ഓർക്കുന്നുണ്ടോ? 2008 കാർഗിൽ വെച്ചിട്ടാണ് എൻ്റെ ആദ്യം ഓഡിഷൻ ചെയ്തിട്ടുള്ള ഒരു മേജർ ക്യാരക്ടർ. അപ്പോൾ പുള്ളി അന്ന് സാറിന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് സാറിൻ്റെ ഡോക്ടർ. പുള്ളിക്ക് വിളിച്ച് കിട്ടാതെ കഴിഞ്ഞപ്പോൾ നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മൾ ചെന്ന് നോക്കി, മരുന്ന് എഴുതി കൊടുത്തു. സാറ് കഴിച്ചു, മാറി. മരുന്ന് മാറിയെന്നല്ല, അസുഖം മാറി. അതാണ് അവസാനമായിട്ട് ആദ്യമായിട്ട് മാറിയത്. ആയിട്ടപ്പ കിട്ടുന്നത് ലഹരിക്കെതിരെ ഒരു മനുഷ്യൻ ഇത്രയും നേരം ഇവിടെ ഘോരഘോരം അല്ല ഞാൻ പരിപാടിയെന്നോ? ഞാൻ പറഞ്ഞ ജെൻസി പിള്ളേരിൽ പെണ്ണ് ഇവനെയാണ് ഉദ്ദേശിച്ചത്. ഞാൻ ധ്യാൻ ചേട്ടന്റെ വഴി പാതയാണ്. നിന്റെ ഇപ്പോഴത്തെ ഞാൻ ആദ്യം ആലമ്പായിരുന്നു. പുള്ളിയുടെ അത്ര അലമ്പാവാൻ നമ്മള് കേൾക്കുന്ന ഏറ്റവും കൂടുതൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലീസ് അടക്കം പറഞ്ഞു ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ഇത് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസം അല്ലേ? എനിക്കിട്ടാണ് ഇത് പ്രിൻസി ഇത്രയും ചോദിച്ചപ്പോ ഒരു പ്രിൻസിയുടെ ഒരു ബോധവൽക്കരണത്തിന് വേണ്ടി ഞങ്ങൾ ചോദിച്ച പോലെ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് നന്നാവാനുണ്ടോ? അല്ല ഇത് വളരെ സീരിയസ് വിഷയമാണ്, മാറ്ററാണ്. അപ്പൊ നമ്മളിത് വളരെ സെൻസിറ്റീവ് മാറ്ററാണ്, വളരെ സീരിയസ് ഇഷ്യൂ ആണ്. കാരണം ഇതുകൊണ്ട് ഒരു സൈഡിൽ അവരവരെ ശരീരം കളയുന്നത് മാത്രമല്ല, ഒരു പറയുന്ന എന്തിനും ഇതിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ക്രൈം റേറ്റ് കൂടുമ്പോഴാണല്ലോ രാജ്യത്ത് ഇത്രയും ക്രൈം, പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റിലാണ് ഇത്രയും ഈയിടെയായിട്ട് നടന്ന സീരീസ് ഓഫ് കൊലപാതകങ്ങളൊക്കെ ഇതിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഷോക്കിംഗ് ആണ് ആ സംഭവം. പിന്നെ ഒരു വേറെ സൊല്യൂഷൻ ഇല്ല. ഈ കണ്ടിന്യൂസ് സിനിമ വരുമ്പം സീരിയസ് ആവുന്നു. ഈ കുറെ സിനിമകൾ ഇങ്ങനെ എത്തുമ്പോൾ എപ്പെങ്കിലും ഡേറ്റ് ക്ലാഷ് ഉണ്ടെങ്ങാനും ഏതെങ്കിലും സിനിമകൾ മിസ്സായി ഡേറ്റ് കൊടുക്കാൻ പറ്റാതെ ഏതെങ്കിലും സിനിമകൾ മിസ്സായി പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഞാൻ എങ്ങനെയെങ്കിലും കുത്തി കേട്ടു 2 ദിവസം അല്ല ഇപ്പൊ ഞാന് അങ്ങനെ മിസ്സായി പോയിട്ടില്ല. പക്ഷെ ഞാൻ വിട്ടുപോയ സിനിമകളുണ്ട്. ലവ് ആക്ഷൻ ഒക്കെ ചെയ്ത സമയത്ത് കുറച്ച് സിനിമകൾ, സൺഡേ ഹോളിഡേ, ഷീസേട്ടൻ എന്ന് പറഞ്ഞ സമയത്ത്, പിന്നെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, സൗബിന്റെ ആ സംഭവം, രതീഷേട്ടൻ എന്ന് പറഞ്ഞ, അപ്പൊ അതൊക്കെ ഷൂട്ടിനിടയിൽ അങ്ങനത്തെ കുറച്ച് അന്ന് സൺഡേ ഹോളിഡേയിലൊക്കെ ഞാൻ ചേട്ടനായിരുന്നു വിളിച്ചത്. അന്ന് ജിസ് ചേട്ടൻ അന്ന് ആദ്യം എന്നോട് കഥ പറഞ്ഞു. ഞാൻ ലവ് ആക്ഷൻ തുടങ്ങാനിരിക്കുന്ന സമയവും പിന്നെ അന്ന് അച്ഛൻ അതിന്റെ കൂടെ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പേടിച്ച ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ലൈറ്റ് വന്നിട്ടുണ്ട്. അച്ഛനുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പതിയെ മറിച്ച്. പക്ഷെ അച്ഛനെ അഭിനയിപ്പിച്ചല്ലോ. അല്ല അത് അന്ന് കഥ പറഞ്ഞ് നമ്മളന്ന് അപ്പൊ ഞാൻ ഇതൊക്കെ കൂടെ ഉള്ളത് കൊണ്ട്. അല്ലാതെ ഞാനിപ്പോ ദിലീപേട്ടന്റെ പ്രിൻസ് ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ചുകൂടി ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് ഞാനത് വേറെ പടത്തിന് ഡേറ്റ് ക്ലാഷോട് ഞാൻ പറഞ്ഞു എന്നെ അന്ന് പാതി വഴിക്ക് കാനഡയ്ക്ക് പറഞ്ഞു വിട്ടു. അതിനകത്ത് അങ്ങനെ മിസ്സാക്കിയിട്ടില്ല, കംപ്ലീറ്റ്ലി മിസ്സായത് ഡയറക്റ്റ് ചെയ്യാൻ പോയ സമയത്തൊക്കെയാ. പക്ഷെ അല്ലാതെ ഞാൻ എങ്ങനെയെങ്കിലും ശരിക്കും ഈ നെഗറ്റീവ് കമന്റുകൾ വരുന്നതിന് ധ്യാൻ ചേട്ടൻ എങ്ങനെയാണ് തരണം ചെയ്യാറ്? ഇവർക്ക് കാണിച്ചു
വരുന്നുണ്ടാവല്ലോ, ചേട്ടാ ട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ ചേട്ടാ കമന്റ് ഉണ്ട്, അല്ലെങ്കിൽ ചേട്ടനെ കുറിച്ച് റിവ്യൂല് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വരുമല്ലോ. ഒന്ന് നമ്മളെ നമ്മളെ അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം ഓപ്പൺ ടു പബ്ലിക്, നമ്മളെല്ലാരും തന്നെ എന്നുവെച്ചാൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ സാധനങ്ങൾ എന്ത് വരുന്ന കണ്ടന്റിനും ഇതിനകത്ത് നമ്മളിപ്പോ ഇവരിത് റീലിടുന്നു, അതിലിപ്പോ ഒരു കുറച്ച് തെറി ഉണ്ടാവും, നല്ലതുണ്ടാവും. നാളെ ഒരു സാധനം നല്ലത് വരുമ്പോ ഇപ്പൊ ഈ പടത്തിന് നല്ലത് വന്നപ്പോ അവര് കണ്ടപ്പോ അവര് നല്ലത് പറയും, നാളെ ഈ പടം നന്നായി നല്ലത് പറയും, അതിനുശേഷം മോശം ചെയ്ത് കഴിഞ്ഞാൽ മോശം പറയും. അതിനപ്പുറം നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ജോലിക്ക് നമ്മൾ പോകരുത്. കാരണം നമ്മുടെ എല്ലാം തന്നെ ഓപ്പൺ ആണ് ടു പബ്ലിക്. പിന്നെ ഇതിന്റെ താഴെ കമന്റ് ഇടുന്ന ആൾക്കാരല്ലല്ലോ നമ്മുടെ ജീവിതം ഡിസൈഡ് ചെയ്യുന്നത്, നമ്മുടെ ലൈഫും നമ്മുടെ പേഴ്സണൽ ലൈഫിനും ജഡ്ജ്. കാരണം ഇത് റാൻഡം ആയിട്ടുള്ള അനോണിമസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവര്. അവർക്ക് പലതും ഫേക്കും അല്ല എന്ത് പറഞ്ഞാലും നമ്മൾ അതൊന്നും നമ്മളെ പേഴ്സണൽ ലൈഫിനോ നമ്മുടെ സന്തോഷത്തെ ഒരിക്കലും ബാധിക്കാൻ പാടില്ല. ഇപ്പൊ ഇവിടുത്തെ തന്നെ എത്രയോ വലിയ നമ്മളെക്കാളും മുകളിൽ നിൽക്കുന്ന എത്രയോ വലിയ ആക്ടേഴ്സ്, ഇവിടുത്തെ സൂപ്പർ സ്റ്റാർസ്, ഇതിനേക്കാളും വലിയ ക്രിറ്റിസിസം അവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? അവരൊക്കെ അതിനെങ്ങനെ തരണം ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ സിനിമയല്ലേ, ഒരു സിനിമ കഴിയുന്നു, ഒരു സിനിമ മോശമാവുന്നു, അതിനുശേഷം വീണ്ടും ഒരു സിനിമ മോശമാവുന്നു, നാളെ ഒരു സിനിമ നന്നാകുമ്പോൾ ഇതേ ആൾക്കാർ തന്നെ മാറ്റി പറയും. അതുകൊണ്ട് ഇതിനകത്ത് ഇതൊന്നും എനിക്ക് തോന്നുന്നു വളരെ പലപ്പോഴും വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതല്ല, പേഴ്സണൽ ആയിട്ടുള്ള അറ്റാക്ക് ഒന്നും എനിക്കൊന്നും ഇവർക്ക് ആർക്കും നമുക്കൊന്നും അങ്ങനെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നും വെച്ചിട്ട് അറ്റാക്ക് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ കിട്ടിയ ആക്ടേഴ്സ് വരുന്നുണ്ട് ഇവിടെ. പേഴ്സണൽ അറ്റാക്ക്, ആൾക്കാരോട് വെറുപ്പ് തോന്നിയിട്ട് ആൾക്കാർ ഈ പേര് പറഞ്ഞ് വിളിക്കുക, അങ്ങനെ വിളിക്കുക, ഇങ്ങനെ വിളിക്കുക. നമ്മളോടൊക്കെ ആൾക്കാർക്ക് ജനറലി ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം നമ്മളൊക്കെ ഒരു ഇതിലൂടെയൊക്കെ നമുക്ക് കിട്ടിയ ഒരു ഓഫ് സ്ക്രീൻ ഇതിലൂടെ കിട്ടിയ ഇഷ്ടമൊക്കെ ഉണ്ട്. സിനിമ മോശമാകുമ്പോൾ തെറി വിളിക്കും, സിനിമ നന്നാകുമ്പോൾ ആൾക്കാർ നല്ലത് പറയും, അത്രേ ഉള്ളൂ. അതിനെ നമ്മൾ വളരെ പേഴ്സണലായിട്ട് എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇപ്പൊ എന്ത് പറഞ്ഞാൽ നമുക്ക് അതല്ല നമ്മളിപ്പോ നമ്മൾ പറയുന്നതാണ് സിനിമയെ കുറിച്ചാണ്. സിനിമ സിനിമ ഇപ്പൊ ഞാൻ മാത്രമല്ല, ഇപ്പൊ ഈ സിനിമ ഇവൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സൂപ്പർ ഹിറ്റ് ആവണം നിർബന്ധം. അങ്ങനെ അതല്ല ഇവൻ ഒറ്റയാൾ വിചാരിച്ച സിനിമ സൂപ്പർ ഹിറ്റ് ആവും. അല്ല, സിനിമ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള എഫേർട്ടാണ്. എന്നുവെച്ചാൽ ഇവൻ അഭിനയിച്ച സിനിമ നാളെ ഒറ്റയ്ക്ക് ഇവന് 4 പേര് അഭിനയിക്കട്ടെ സൂപ്പർ ഹിറ്റ് ആവും പറയാൻ അതൊന്നും പറ്റില്ല, പടം പൊട്ടും. ഇപ്പൊ മറ്റേ റീൽ ചെയ്യുമ്പോ അങ്ങനെയല്ല, റീൽ ചെയ്യുമ്പോ ഇവരുടെ കൺട്രോളിൽ മാത്രമാണ് അത്. ഇവരുണ്ടാക്കുന്ന കണ്ടന്റ്, ഇവരുണ്ടാക്കുന്ന സാധനം അത് വിജയിക്കും. ഇവർക്ക് ബോധമുള്ളിടത്തോളം കാലം, പിന്നെ ലൊട്ട പിള്ളേടത്തോളം കാലം വിജയിക്കും. സോറി ഇതിലൊക്കെ ഞാനും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ സിനിമ കുറച്ച് നമ്മള് സിനിമ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ആകുമ്പോ അത് എഴുതുന്ന അതിന്റെ പുറകിൽ ഒരുപാട് പേരുണ്ട് നമ്മുടെ കൺട്രോളിൽ. നമ്മൾ അഭിനയിക്കുന്നു, പോയി ഡബ് ചെയ്യുന്നു, നമ്മുടെ പണി കഴിഞ്ഞു. അതിന്റെ പുറകിലെ എഴുത്തുകാര്, സംവിധായകൻ, പ്രൊഡക്ഷൻ, ഇതെല്ലാം കൂടെ ഒത്തു വന്ന് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം കൂടെ ഒത്തു വന്നാലും മാത്രമേ സിനിമ നന്നായി വരുള്ളൂ. നല്ല സമയത്ത് ഇറക്കണം, റിലീസ് ഒക്കെ മാറ്റേഴ്സ്. സോ സിനിമ ഒരു കളക്റ്റീവ്. പക്ഷെ സ്വാഭാവികമായിട്ടും അഭിനയിക്കുന്ന ആളിന്റെ പുറത്ത് പലപ്പോഴും ഒരു ബാഗേജ് വരും. ഇതിനകത്ത് ഇപ്പൊ ഓടിക്കഴിഞ്ഞാൽ ഇവരുടെ ക്രെഡിറ്റ് ക്രെഡിറ്റ് ഇവന്മാര് കൊണ്ടുപോ സംഭവിക്കണം. അവസാന ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇപ്പൊ ഈ കോണ്ടന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ചിലർ പലരും ഫേസ് ചെയ്യുന്ന ഒരു സാധനമാണ്, ഇപ്പൊ നിങ്ങളുടെ കോണ്ടന്റ് ആയിരിക്കും, അതെടുത്തിട്ട് നിങ്ങളോട് തന്നെ കൊളാബ് ചെയ്യാൻ പറയാ, അല്ലെങ്കിൽ അത് വെച്ച് വേറെ ആൾക്കാരെ റീച്ച് ആവുക, അത് കണ്ട് സങ്കടപ്പെട്ട നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലേ? നമ്മള് യൂട്യൂബിലൊക്കെ എടുത്തിട്ട് അപ്പോഴേ കോപ്പിറൈറ്റ് കൊടുക്കും. വേറെ അങ്ങനെ 4-5 അക്കൗണ്ട് പൊട്ടിച്ചിട്ടുണ്ട്. അല്ലെ, നമ്മുടെ പേര് തന്നെ നമ്മുടെ അക്കൗണ്ടാന്ന് ചോദിച്ചു അങ്ങനെ തുടങ്ങി. നമ്മുടെ ഫേക്ക് അക്കൗണ്ട് വേണമെങ്കിൽ വേറെയുള്ളവർക്ക് മെസ്സേജ് ചെയ്യും. പിന്നെ വിഷുവിന്റെ അന്ന് കുറെ എന്റെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് സ്കാനർ ഒക്കെ ഇട്ടിട്ട് അവൻ കുറെ കാശ് ഒപ്പിച്ച് കൈനീട്ടം പോയി. ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കും ചെറിയ ഇതിനകത്ത്. അത് നമുക്ക് വിജയുടെ അത് വേണ്ട, ഞാൻ ഇവന്റെ വിജയിന്റെ ഭയങ്കര ഒരു ഫാനാണ്. വിജയുടെ വേണ്ട, ഇത് കട്ട് ചെയ്ത് ഒറ്റക്ക് മാറി തള്ളി വിട്ടേ. വേറെ അടുത്ത വിഷയം എടുത്തു. അവസാന ചോദ്യം കഴിഞ്ഞു. ഡയറക്ടർമാരെ പറ്റി പറ. ശരിക്കും ഈ പ്രേക്ഷകർക്കുള്ള പ്രതീക്ഷ പോലെ തന്നെ ധ്യാൻ ചേട്ടൻ ഈ സിനിമയിലെ പ്രതീക്ഷ ഉണ്ടോ? എനിക്ക് എല്ലാം അങ്ങനെയല്ല. ഇതിപ്പോ നമുക്കൊക്കെ നമ്മളെ ഈ സിനിമയിൽ വരാൻ കാരണവും ഇതിന്റെ കാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഒന്ന് ഇതിന്റെ സോഫിയ ചേച്ചിയും വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്. അവർ സോഫിയ ചേച്ചിനോട് ഇത് ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം ഉണ്ട്, ഇങ്ങനെ യൂണിവേഴ്സിൽ അവർ ആദ്യമായിട്ട് ഒരു സിനിമ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കഥ കേൾക്കാതെ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ബിക്കോസ് അവരുടെ യൂണിവേഴ്സിന്റെ ആദ്യ സിനിമയാണിത്. ഓക്കെ,
ഇത് മുന്നോട്ട് ഇത് വിജയിച്ചാൽ മാത്രമേ സ്വാഭാവികമായിട്ടും ഒരു 1-2, കാരണം ഇതിനെ ഫോളോ ചെയ്തിട്ട് ഒരു പടം അവർ അനൗൺസ് ചെയ്ത് ഇറക്കം ചെയ്തു, ജാംബി എന്ന് പറഞ്ഞു. ജാംബി. അതിന്റെ ഇതിന്റെ പോസ്റ്റ് ക്രെഡിറ്റിൽ ഒരു സീൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉജ്ജ്വലന്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു പ്ലാനോട് കൂടി ഒരു ഒരു ട്രിലോജി അല്ലെങ്കിൽ അതിനപ്പുറം ഒരു 3-4 സിനിമകൾ ഇതിനെ ഫോളോ ചെയ്ത് വരാനുണ്ട്. ഇതിൽ ചില ക്യാരക്ടേഴ്സ് സ്പിൻ ഓഫ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ വിജയം ആണ് അതിന്റെ പ്ലാനുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും അവരൊരു പ്ലാനോട് കൂടിയിട്ടാണ് ഈ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മളെ ഭാഗമാക്കി അല്ലെങ്കിൽ നമ്മളെ ഭാഗമാവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. സോ നമ്മൾ ആ രീതിയിൽ ഹാപ്പിയാണ്. സോ അവർക്കൊരു പ്ലാനിനോട് കൂടി ആണ് ഈ സിനിമയിലോട്ട് വരുന്നത്. അതിനെ വെറുതെ കണ്ടിട്ട് ഒരു ബാനറല്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വീക്കെൻഡിന്റെ ഒരു പുതിയൊരു സംരംഭത്തിന് നമ്മൾ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഞങ്ങൾക്കും സന്തോഷമാണ്. ഇപ്പൊ വാഴ 2, ഇപ്പൊ ഈ തുടരിന്റെ കാര്യം പറയുമ്പോഴാണ് വാഴ 2 നിങ്ങളുണ്ട്. ഇപ്പൊ വാഴ 3 വരുന്നത് നിങ്ങളുടെ കഥയാണെന്ന് പറഞ്ഞിട്ട് ഒരു കൺഫേം ഒന്നും ആയിട്ടില്ല. 2 അവിടെ നിൽക്കും. കൺഫേം ഒന്നും ആയിട്ടില്ല. 2 എന്തായാലും കാരണം അവിടെ സെക്കൻഡിൽ ഇവന്മാര് വെറുപ്പിക്കും. അപ്പൊ പിന്നെ 3 വിളിക്കൂല. 2 വിജയാണെങ്കിൽ 3 ഉണ്ടാവും എന്ന് ഉറപ്പിക്കാൻ 2 വിജയിക്കും. കാരണം ഫസ്റ്റ് പടം പുള്ളിയുമായിട്ട് കഴിഞ്ഞല്ലോ, എന്തായാലും വെറുപ്പ്. നിങ്ങളോട് വിളിച്ച് വെറുത്തു. എന്തായാലും ഫസ്റ്റ് പടത്തിൽ തന്നെ ഇതിലിപ്പോ പിന്നെ ഇവനെ വെറുപ്പിക്കാൻ മാത്രമേ ഇവനൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇവ ഇല്ല ഈ പടത്തില്. കൊണ്ട് പേടിക്കണ്ട. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു.